സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ ഒരുപക്ഷെ ഫൈനലിലൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പോരാട്ടം. പക്ഷെ അത് പ്രീ ക്വാർട്ടറിൽ തന്നെ വന്നു തീരുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. യൂറോപ്പിലെ രണ്ട് പ്രമുഖ ടീമുകൾ കഴിഞ്ഞ യുഎഫ കോൺഫറൻസ് ലീഗിലൊക്കെ തന്നെ ഏറ്റുമുട്ടിയ ആ രണ്ട് ടീമുകൾ ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് ഇന്ന് ഈ പ്രീ ക്വാർട്ടർ റൗണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലെമീൻ യമാലിന്റെ സ്പെയിനും ഒപ്പം തന്നെ പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും തമ്മിലുള്ള ഒരു പെരും പോരാട്ടം. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് കൂടി ചേരുന്നു നമുക്കൊപ്പം ഗോൾക്കാനോയിലേക്ക്. അക്ഷയ്, സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു പോരാട്ടമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപക്ഷെ ഫൈനലിൽ കണ്ടുമുട്ടിയേക്കാവുന്ന ഒരു പോരാട്ടമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ നേരത്തെ പോയി. അത് നേരത്തെ വന്നത് രണ്ട് ഫേവറേറ്റ് ടീമുകൾ പ്രീ ക്വാർട്ടറിൽ വരുന്നില്ല. ഇത്തവണ കിരീട സാധ്യതകൾ എടുത്തപ്പോൾ ഏറ്റവും പ്രധാനമായി കണ്ടിരുന്ന ഒരു 2-3 ടീമുകളുടെ പേര് പറഞ്ഞാൽ നമ്മൾ പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന. അപ്പോൾ ഈ ടീമുകളിലെ രണ്ട് ടീമുകൾ ഇവിടെ വെച്ച് കണ്ടുപിടിക്കുന്നത് അത് ബ്രസീലിന് ഇനി പറയാൻ പറ്റില്ല. ബ്രസീൽ ഇന്ന് രാവിലെ പുറത്തായി കഴിഞ്ഞു. അവരുടെ ആരാധകർ പോലും ഏതെങ്കിലും ഒരു സെമിയിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലോ എത്തിയാൽ പോലും അവിടെ എത്തിത്തീരുന്നു എന്നേ പ്രതീക്ഷിച്ചുള്ളൂ. പരമാവധി എത്തട്ടെ എന്നുള്ളതാണ് ആ സ്കോറിനെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ. പാരമ്പര്യം കൊണ്ട് ഗോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, ജയിക്കാൻ പറ്റില്ല. ഇന്ന് അതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ മത്സരത്തിന്റെ വിശേഷത്തിലേക്ക് തന്നെ വരാം. എന്തായാലും അങ്ങനെ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു ക്ലാസിക് പോരാട്ടം, ഒരു കലക്കൻ പോരാട്ടം. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കണം. ടൂർണമെന്റിലെ രണ്ട് മികച്ച ടീമുകൾ, അതായത് പോർച്ചുഗൽ ഒരു ഉയരത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു ടീം എന്നതിൽ ഒരു കോമ്പിനേഷൻ ഇതുവരെ ക്ലിക്കായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ അവസാനത്തെ നോക്കൗട്ട് മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പിന്നിട്ട് നിന്നതിന് ശേഷം ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. അവസാന മിനിറ്റ് ഒരു ത്രില്ലർ പോര് തന്നെ. അപ്പോൾ അവസാന മിനിറ്റിൽ നേടിയ ആ ഗോളും അത് ആ ജയവും ഒക്കെ പോർച്ചുഗലിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു അഡ്രിനാലിൻ റഷ് കൊടുക്കുന്ന ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ വരുന്നു, അത് ബാർലോട് ഡിനേ ചെയ്യുന്നു. അപ്പോൾ ഒരു ത്രില്ലർ പോര് തന്നെയായിരുന്നു. അപ്പം ആ ഒരു മത്സരം ജയിച്ചതിന്റെ ആത്മവിശ്വാസം എന്തായാലും പോർച്ചുഗലിന് ഉണ്ട്. പ്രത്യേകിച്ച് റൊണാൾഡോനെ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ടും സൈഡ് ലൈനിൽ ഇരുന്നുകൊണ്ട് റൊണാൾഡോ ടീമിനൊക്കെ ഒരു നേരത്തെ നമ്മൾ പണ്ട് യൂറോ കപ്പ് കണ്ടതാണ്. റൊണാൾഡോ എന്ന പോരാളിയുടെ ഒരു പ്രത്യേകത അതാണ്. ടീമിന് വേണ്ടി എല്ലാ തരത്തിലും അവസാന നിമിഷം കളത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം പോരാടും എന്നുള്ളതാണ്. നേരത്തെ അന്ന് ആദ്യമായിട്ടാണ് അന്ന് പോർച്ചുഗൽ ഒരു കിരീടം നേടുന്നത്. വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഇത്തവണ എന്ന് പറയുന്നത് റൊണാൾഡോ ഏറെ ട്രോളുകൾ ഇട്ടു, പഴി കേട്ടു. എന്തിന് 90 മിനിറ്റ് എന്തിനിങ്ങനെ ഒരു താരത്തെ കളിപ്പിക്കുന്നെന്ന് പലതവണ പരാതിയൊക്കെ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയതാണ്. അപ്പോൾ അതിന് അദ്ദേഹം ആദ്യം ഉസ്ബെക്കിസ്ഥാൻ 2 ഗോൾ അടിച്ചു, പിന്നെയും ഡൗൺ ആയി. അത് ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഒരു അവസ്ഥയാണ് സത്യത്തിൽ പോർച്ചുഗലിന് ഈ ടൂർണമെന്റ്. അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും പറയാം. എന്താ വെച്ചാൽ ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഐതിഹാസിക താരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനമല്ല വരുന്നത്. ആദ്യ മത്സരത്തിൽ പന്ത് കാലിൽ കിട്ടുന്നില്ല, 3 തവണയാണെന്ന് തോന്നുന്നു പന്ത് തൊട്ടതും ഒക്കെ തന്നെ. അല്ലെങ്കിൽ 25 തവണ തൊട്ടു, 3 തവണയാണ് ഓൺ ടാർഗറ്റ് ഷോട്ട് വരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ മത്സരത്തിലാണ് കംബാക്ക്. റൊണാൾഡോ പറഞ്ഞ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഐ ആം ബാക്ക്. അങ്ങനെ തിരിച്ചു വന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ്. ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടുന്നു. പക്ഷേ അടുത്ത മത്സരത്തിൽ വീണ്ടും റൊണാൾഡോ പഴയ റൊണാൾഡോ ആവുന്നു, അല്ലെങ്കിൽ മോശം ഫോമിലേക്ക് എത്തും. അതേപോലെ ലാസ്റ്റ് അവസാന മത്സരത്തിൽ ഇത് പറഞ്ഞ പോലെ ഒരു ഗോൾ അടിച്ചു, അത് പെനാൽറ്റിയിൽ നിന്നാണ്. പക്ഷേ പ്രകടനം ഓഫ് സൈഡ് ആയിരുന്നു. അതായത് പ്രകടനം മോശമായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഒരേ ഒരു ടച്ചാണ് പോസ്റ്റിനകത്ത് അല്ലെങ്കിൽ ബോക്സിനകത്ത് കിട്ടിയത്. അത് ആ പെനാൽറ്റി ആയിരുന്നു എന്നുള്ള വിമർശനമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, റൊണാൾഡോയെ പോലെ ഒരു താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനമേ അല്ല കണ്ടത്. പക്ഷേ നോക്കൌട്ടിൽ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ള വലിയ പരിഹാസം, സ്റ്റാറ്റ്സ് അല്ല നമ്മൾ പറയുന്നത്, ആ പരിഹാസം അങ്ങ് ഒഴിവാക്കാൻ റൊണാൾഡോയ്ക്ക് പറ്റി. അപ്പോൾ റൊണാൾഡോ അന്ന് ആ മത്സരം ഡീഗോ ജോട്ട എന്ന് പറയുന്ന അവരുടെ ആ മരിച്ചുപോയ താരത്തിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന തരത്തിൽ വലിയ രീതിയിൽ ജേഴ്സിയൊക്കെ ഇട്ട റൊണാൾഡോയും ടീമംഗങ്ങളും ഒരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അതായത് ഒരുപക്ഷെ ജോട്ട ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ ടീമിനൊപ്പം ജോട്ട എന്ന് കളിക്കുമായിരുന്നു. ജോട്ടയുടെ ഒരു വലിയ പ്രത്യേകത, അന്ന് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അവസാന നിമിഷങ്ങളിൽ ഇറങ്ങി ഗോളടിച്ച് ടീമിനെ ജയിപ്പിക്കുന്ന വലിയൊരു താരമായിരുന്നു ഡീഗോ ജോട്ട. ഇദ്ദേഹം ഇത്തവണത്തെ ലോകകപ്പിൽ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആ 21-ാം നമ്പർ ജേഴ്സി കഴിഞ്ഞ് അവിടെ കാണുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡീഗോ ജോട്ട ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആ മരിച്ചതിന്റെ വാർഷിക ദിനമായിരുന്നു. ജോട്ടയ്ക്ക് വേണ്ടി കൂടിയാണ് ഇത്തവണ കളിക്കുന്നത്. അതായത് റൊണാൾഡോയ്ക്ക് ഒരു കിരീടം വേണം, അതോടൊപ്പം ജോട്ടയുടെ 2 കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പക്ഷേ ഈ മത്സരത്തിന് തൊട്ട് മുമ്പാണ് റൊണാൾഡോ പ്രഖ്യാപിക്കുന്നത് ഇത് തൻ്റെ അവസാന ലോകകപ്പാണ്. 6 ലോകകപ്പാണ്. 6 ലോകകപ്പിലും ഗോൾ അടിച്ച ഒരേ ഒരു താരം, അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങനെ ഒരു താരം പറയുകയാണ് ഇനി ഒരു ലോകകപ്പിൽ അല്ലെങ്കിൽ കാൽപന്ത് കളിയുടെ ആ മഹാവേദിയിൽ കളിക്കാൻ താനില്ലെന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ റൊണാൾഡോയ്ക്ക് ഡു ഓർ ഡോയ് മൂവ്മെന്റ്, ഇല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് റൊണാൾഡോ ചില കാര്യങ്ങളോട് പറഞ്ഞു. തന്നെ കളിയാക്കിയ ആൾക്ക് എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത്തരത്തിലൊരു ഈ പേരെടുത്ത ആ ജേർണലിസ്റ്റ് എന്റെ വിരോധിയാണെന്നൊക്കെ എടുത്ത് ചോദിച്ചുകൊണ്ട് ഒരു മറുപടി റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എതിരാളികൾക്ക് മറുപടി കൊടുക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നില്ല. ഇല്ലെങ്കിൽ ഇത്രമേൽ റിവഞ്ച് എടുക്കുന്ന ഒരു പ്ലെയർ മറ്റുണ്ടോ എന്ന് പോലും ഓർത്ത് വെച്ച് കൊടുക്കുന്നു. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ
എങ്ങനെയാണ് പോർച്ചുഗലിൻ്റെ ആ നായകന് വേണ്ടി ടീമിന് കളിക്കാൻ സാധിക്കുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോകുന്നത് ആ രണ്ട് ടീമുകളുടെയും പ്രകടനം എങ്ങനെയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലും അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 32 എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം പോർച്ചുഗലിൻ്റെ പ്രകടനത്തിലേക്കാണ്. പോർച്ചുഗൽ എങ്ങനെയാണ് കളിച്ചത് എന്നുള്ളതാണ്. പോർച്ചുഗൽ ഇതുവരെ തോൽവി അറിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 4 മത്സരത്തിൽ 2 ജയം 2 സമനില. പക്ഷേ ആ 4 ജയത്തിൽ 2 സമനില എന്ന് പറയുന്നത് പോർച്ചുഗലിനെ പോലെ ഒരു ടീമിൽ നിന്ന് കൊളംബിയോട് അത് രണ്ടും വലിയ നിരാശയാണ്. പ്രത്യേകിച്ച് അത് കോങ്കോക്കെതിരായ ആദ്യ മത്സരത്തിൽ തുടക്കത്തിലെ ഗോൾ അടിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ യാവോനെവസ് ഒരു ഗോൾ അടിക്കുമ്പോൾ യാവോനെവസ് തന്നെയാണ് തോന്നുന്നത്. യാവോനെവസ് തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ഇനി പ്രത്യേകിച്ച് അവരുടെ മധ്യനിര PSG വേണ്ടി തകർപ്പൻ കളി കളിച്ച് യാവോനെവസ് വിറ്റീഞ്ഞ് ഉൾപ്പെടെ മധ്യനിരയുണ്ട്. ഗോൾ അടിക്കാൻ മുന്നിൽ റൊണാൾഡോ ഉണ്ട്. അപ്പോൾ എത്ര ഗോൾ അടിക്കുമെന്ന് മാത്രം സംശയം ഉണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. 2 വിങ്ങിൽ കുതിച്ചു പായുന്ന ലോകത്തെ ബെർണാഡോ സിൽവ ഇതിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂനോ മെൻഡസും റൈറ്റ് വിങ്ങിലെ യാവോ കാൻസലയും തുടങ്ങിയ അത്രയും മികച്ചൊരു ടീമിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടീമിൽ നിന്ന് വലിയ ഗോൾ മാർജിൻ ഒക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് പക്ഷേ അത് ഉണ്ടായില്ല എന്നത് വലിയ നിരാശയാണ്. അപ്പോൾ ഇതാണ് 4 മത്സരത്തിൽ 2 ജയവും 2 സമനിലയും, തോൽവിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ അന്ന് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടായിരുന്നു കയറിയത്. ഇനി എങ്ങനെയാണ് ഗ്രൂപ്പിൽ എത്ര ഗോൾ അടിച്ചു എന്ന് നോക്കണം. ഈ ആകെ 8 ഗോൾ, അത് 5 ഗോളും ഉസ്ബെക്കിസ്ഥാനെതിരെയായിരുന്നു, 2 ഗോള് ക്രൊയേഷ്യക്കെതിരെ, 1 ഗോള് ഫസ്റ്റ് കളി. അതായത് സമനിലകൾ, ഗോൾ രഹിത സമനില അടക്കം വന്നത് പോർച്ചുഗൽ പോലെ ഒരു ടീമിൽ നിന്ന് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നതാണ്. ഇനി ഇവരുടെ ഓരോ ഘട്ടത്തിലെയും പ്രകടനം, ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം, റൗണ്ട് ഓഫ് 32 പ്രകടനം എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യ മത്സരം കോങ്കോക്കെതിരെയായിരുന്നു. കോങ്കോക്കെതിരെ ഈ പറഞ്ഞ പോലെ വളരെ ഞെട്ടലായിരുന്നു. 1-1. അതായത് കോങ്കോ വർഷങ്ങൾക്ക് ശേഷം 58 ഇതിന്റെ ഒരു ബ്രേക്കിന് ശേഷം ലോകകപ്പ് കളിക്കുക. അപ്പം എതിരെ വരുന്ന പോർച്ചുഗലും. അപ്പം ശരിക്കും നമ്മൾ പക്ഷേ കോങ്കോ ഞെട്ടിച്ചു കളഞ്ഞു. അവർ ആ കളി പിന്നെ നോക്കൌട്ടിൽ ഇംഗ്ലണ്ടിന്റെ അതേ കളി പുറത്തെടുക്കും, പക്ഷെ തോറ്റുപോയി. അപ്പൊ അങ്ങനെ ഒരു പ്രകടനമായിരുന്നു. 1-1 എന്ന തരത്തിലാണ് കോങ്കോയോട് തുടങ്ങിയത്. 2ാം മത്സരത്തിലാണ് എന്താണ് പോർച്ചുഗലിന്റെ ബീസ്റ്റ് മോഡ് എന്നുള്ളത് നമ്മൾ കണ്ടത്. 5-0 ഒരു തകർപ്പൻ ജയം. ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോൾ അടിക്കുന്നു. ന്യൂനോ മെൻഡസിന്റെ തകർപ്പൻ ഫ്രീ കിക്ക് ഗോൾ. അങ്ങനെ എല്ലാം കൊണ്ടും കിട്ടിലൻ ഒരു പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നത്. വിമർശകർക്കുള്ള മറുപടി ഐ ആം ബാക്ക് എന്ന് അണ്ണം പറഞ്ഞത് വെറുതെ അല്ല. സ്യൂ സെലിബ്രേഷൻ ഐ ആം ബാക്ക് എന്ന് പറയുന്നത് അണ്ണം വെറുതെ കറക്റ്റായി പറയുന്നുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത മത്സരത്തിൽ വീണ്ടും എന്താണോ ഈ ടീമിൻ്റെ ഒരു വീക്ക് പോയിന്റ് അത് വീണ്ടും തുറന്നു കാട്ട്. കൊളംബിയക്കെതിരെ ഒരുപക്ഷെ കൊളംബിയക്കെതിരെ തോറ്റുപോയില്ല എന്നേ പറയേണ്ടിയിരിക്കുന്നു. ഗോൾ രഹിത സമനിലയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ. ഒറ്റത്തിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും അതോടുകൂടി പോർച്ചുഗലിന് വലിയ വിലയാണ് ഈ 0-0 കൊടുക്കേണ്ടി വന്നത്. അതായത് ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരെ വീണുപോയി. അതാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷേ 1ാം സ്ഥാനക്കാരെ നേടും ക്വാർട്ടറിൽ ഒരു അർജന്റീന പോർച്ചുഗൽ കളി നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അത് ഒഴിഞ്ഞു കിട്ടിയത് നന്നായി. പക്ഷെ അതിനേക്കാൾ പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ എന്ന് പറയുന്ന പോലെയാണ് സ്പെയിനാണ്. പക്ഷെ അർജന്റീനയായിരിക്കും ബെറ്റർ പിന്നെയും തോന്നുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അതായിരുന്നു അവരുടെ. അപ്പോൾ റൗണ്ട് ഓഫ് 32 എന്താണെന്ന് നോക്കാം. റൗണ്ട് ഓഫ് 32 നേരത്തെ അക്ഷയ് പറഞ്ഞതുപോലെ ഒരു ക്രൊയേഷ്യൻ പ്രകടനം. അല്ലെങ്കിൽ ആദ്യ ഗോൾ ക്രൊയേഷ്യ അടിക്കുന്നു, പിന്നെ റൊണാൾഡോ ഒരു പെനാൽറ്റിയുടെ ഗോൾ അടിക്കുന്നു, റൊണാൾഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അവസാന നിമിഷം റാമോസ് ഇറങ്ങി ഒരു ഗോൾ അടിക്കുന്നു. അതൊരു ഉഗ്രൻ ഗോൾ തന്നെയായിരുന്നു. നല്ലൊരു തകർപ്പൻ ഹെഡറിലൂടെ അങ്ങനെ 2-1 മികച്ച മാർജിനിൽ, അല്ലെങ്കിൽ മികച്ച മാർജിനല്ല, ഒരു വലിയ കമ്പാക്കിലൂടെ അന്ന് ജയിച്ചു കയറിയായിരുന്നു. ഇനി സ്പെയിൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പെയിനും ഒരു ഷോക്കിലൂടെ തുടങ്ങിയത്. തോറ്റിട്ടില്ല. 4 കളിയിൽ 3 ജയം 1 സമനില. അതാണ് ആ സ്റ്റാറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. 3 കളിയിൽ 1 സമനില, തോൽവി ഇല്ല. ലോകകപ്പിൽ ഇതുവരെ തോക്കാത്ത ടീമുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റാറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഈ ഒരു സ്റ്റാറ്റ്സ് ആയിരിക്കും വളരെ രസകരമായ സ്റ്റാറ്റ്സ്. അത് എടുത്തു പറയേണ്ട സ്റ്റാറ്റ്സ് കൂടിയാണ്. അതായത് 8 ഗോൾ അടിച്ചിട്ടുണ്ട്, വഴങ്ങാത്ത ഗോൾ 0. ഗോൾ വഴങ്ങാത്ത ഒരേ ഒരു ടീം. ഈ 48 ടീമുകൾ കളിച്ച ഈ ലോകകപ്പിൽ ഗോൾ വഴങ്ങാത്ത ഒരേ ഒരു ടീമാണ്. മെക്സിക്കോ ഇറങ്ങുന്നതിന് മുമ്പ് വരെ മെക്സിക്കോ അതിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് മെക്സിക്കോ 3 ഗോൾ വഴങ്ങിയതോടുകൂടി ഇനി സ്പെയിന് മാത്രമാണ് ആ റെക്കോർഡ് ഉള്ളത്. അപ്പോൾ അത് മുൻനിർത്തി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ റെക്കോർഡ് നിലനിർത്തി കൊണ്ടുപോകാൻ സ്പെയിൻ ആകുമോ എന്നതാണ് വലിയ ചോദ്യം. ഇനി സ്പെയിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു ഓരോ ഘട്ടത്തിലും എന്ന് വിശദമായി നോക്കാം. ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെ അതൊരു ഞെട്ടലായിരുന്നു. കോങ്കോയെ പോലെ ഒരു അത്ഭുതമായിരുന്നു. എത്ര ഗോൾ അടിക്കുമെന്ന് വിചാരിച്ചിരുന്നു. കോങ്കോയ്ക്ക് പിന്നെയും കുറച്ച് അഡ്രസ് ഉള്ള ഒരു ടീമാണ്. പക്ഷെ കേപ്പ് വെർദെ എന്ന് പറഞ്ഞ ഒരു ടീം ഒട്ടും അഡ്രസ് ഇല്ലാത്ത ഒരു ടീം വന്ന് പോലെ നിൽക്കുന്ന രാജ്യം വന്നിട്ട് സ്പെയിനെ പോലെ യൂറോ ജേതാക്കൾക്കെതിരെ, മുൻ ചാമ്പ്യന്മാർക്കെതിരെ ഇത്തരം ഒരു തകർപ്പൻ കളി കളിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. 800 പാസ്സൊക്കെ കൊണ്ടായിട്ടും ഒരു ഗോൾ അടിക്കാൻ പറ്റാത്തത് സ്പെയിനെ അന്ന് ട്രോളന്മാരങ്ങ് വലിച്ചു കീറുന്ന തരത്തിലായിരുന്നു അവർ. പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ തട്ടിയിട്ടാൽ ഗോൾ വരില്ല, കളി ജയിക്കില്ല. ബ്രസീലിനോട് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞാൽ ഗോൾ അടിക്കണം, അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതായിരുന്നു സ്പെയിനോട്. അവരുടെ മെയിൻ സ്ട്രൈക്കർ റോളിൽ കളിച്ച ഒയർസബാലായിരുന്നു.
എയർസാബൽ ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു തവണ പോലും ആ ബോൾ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും സാധിച്ചു. അത് 1966 ശേഷം ആദ്യമായിട്ടാണ് ഒരു താരം ഇങ്ങനെ 25-30 മിനിറ്റിൽ ഗോൾ അടിക്കാത്ത വലിയൊരു നാണക്കേടിന്റെ റെക്കോർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ എയർസാബൽ ആ പാപം മുഴുവൻ കഴുകി കളഞ്ഞു. 4-0 ഒരു തകർപ്പൻ ജയമായിരുന്നു അന്ന് സൗദി അറേബ്യക്കെതിരെ ഉണ്ടായിരുന്നത്. ലെമിൻ യമാൽ ഗോൾ അടിച്ചു. ലോകകപ്പിൽ ലെമിൻ യമാലിന്റെ ആദ്യത്തെ ഗോളായിരുന്നു അന്ന് കണ്ടത്. അപ്പോൾ ഇനി അടുത്ത മത്സരത്തിലേക്ക് വന്നപ്പോൾ അവർ വന്നത് ലാസ്റ്റ് ഉറുഗ്വേക്കെതിരായ മത്സരമായിരുന്നു. അലക്സ് ബൈനയുടെ ഒറ്റ ഗോളിലാണ് ജയിക്കുന്നുണ്ടായി. ഇനി റൗണ്ട് ഓഫ് 32-ലാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അവിടെ വരുമ്പോൾ സ്പെയിൻ ഓസ്ട്രിയയെ 3-0 തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതും സ്പെയിന്റെ ഒരു ആധികാരിക പ്രകടനം, പ്രത്യേകിച്ച് അർജന്റീനയെ ഹൈ പ്രസിംഗ് ഗെയിം കളിക്കുന്ന ഒരു ഓസ്ട്രിയക്കെതിരെ 3-0 ആധികാരിക ജയം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ലെമിൻ യമാലെ ഗോൾ അടിപ്പിക്കുന്നു. ഒരു താരത്തിന്റെ ഒരു സ്റ്റൈൽ, ആ ഒരു ശൈലിയൊക്കെ മുഴുവനായിട്ടും എതിർ പ്രതിരോധത്തെ കോച്ചങ്ങ് അഴിഞ്ഞാടാൻ വിട്ടു. അത് അതേപോലെ കളത്തി കളിക്കുകയും ചെയ്തു. എന്തായാലും ഗംഭീര പ്രകടനത്തോടുകൂടി അങ്ങനെ അവർ കയറി വരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.